എൻ്റെ മോനെ രാവിലെ ഞായറാഴ്ചയായിട്ട് കുറച്ചേരം അധികം ഉറങ്ങാൻ വെച്ച് കിടന്ന അപ്പോൾ രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം ഞെട്ടിക്കാനായിട്ട് ഒരു വലിയൊരു അതിഥി വന്ന് നമ്മളെ കോഴിക്കോട്ട് കയറി. രാവിലെ കോഴിൻ്റെ ഒച്ചപ്പാടും ഇതെല്ലാം കണ്ടിട്ട് മൂത്ത പോയി നോക്കുമ്പോൾ ഒരു പാമ്പ്, വലിയ പാമ്പ്, ഒരു കോഴിനെ ഫുൾ അകത്താക്കിയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് അതിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഫുള്ളായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഏതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒച്ചയെല്ലാമായിട്ട് അതിന് രക്ഷപ്പെടാനുള്ള ഇതിന് വേണ്ടിയിട്ട് അത് വിഴുങ്ങിയ സാധനത്തിനെ വൊമിറ്റ് ചെയ്തു. ഇതുവരെ നമ്മൾ പാമ്പ് ഒരു സാധനത്തിനെ വിഴുങ്ങിയത് മാത്രമേ കണ്ടിട്ടുള്ളൂ, വിഴുങ്ങുന്നതും വിഴുങ്ങിട്ട് കിടക്കുന്നതല്ലേ കണ്ടിട്ടു. പക്ഷെ ഇന്ന് പാമ്പ് വിഴുങ്ങിയ സാധനത്തിനെ വൊമിറ്റ് ചെയ്തിട്ടുള്ളത് വരെ കണ്ടു. ഈ അവസാനം നമ്മൾ മറ്റേ റെസ്ക്യൂവിൻ്റെ അവരെല്ലാം വിളിച്ച് കുറേ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ആരും കിട്ടിയിട്ടില്ല. അവസാനം നമ്മളൊരു റെസ്ക്യൂവിൻ്റെ അവരെ വിളിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വിളിച്ചു. അവർ വന്നു, പാമ്പിനെ റെസ്ക്യൂ ചെയ്തു. ഭയങ്കരം അവർ ചെയ്യുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് വേറെയുള്ള ടൈം നമ്മളെല്ലാവരും ഭയങ്കര ഇതായിരുന്നു. പാമ്പിന് വലിയ വിഷമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും പാമ്പല്ലേ, അതുകൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും വീട്ടിനടുത്തെല്ലാം കൂടി ഒരു കാഴ്ച ബംഗ്ലാവ് പോലെ തന്നെ ആയിരുന്നു. നമ്മൾ സ്നേക്ക് പാർക്കിലെല്ലാം പോയിട്ട് പാമ്പിനെ കാണുന്ന പോലെ കുറേ ആൾക്കാരെല്ലാം വന്ന് പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട്. ഒടുക്കം പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു അടിപൊളി കണി കണ്ടിച്ചാന്ന് എണീച്ചിന്. പെരുമ്പാമ്പിനെ തന്നെയായിരുന്നു രാവിലത്തെ കണി. എൻ്റെ അമ്മ അവസാനം അവർ വന്ന് പാമ്പിനെ കുറേ ഇതാക്കി വന്ന് ഇങ്ങനെ വരുന്നില്ല ഇത്. അവസാനം അവരെങ്ങനെയല്ലല്ലോ പിടിച്ചിതാക്കി അവരെ കയ്യിലുള്ള ഇതിൽ കയറ്റുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ആ ടൈം അതുവരെ എല്ലാവരും താഴെ ഒന്ന് വീഡിയോയിൽ എടുക്കുന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് പാമ്പ് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ മോനെ അതുവരെ ഒന്ന് വീഡിയോ എടുക്കുന്ന എല്ലാവരും പാമ്പ് അടുത്തോട്ട് വന്നപ്പോൾ കണ്ട വഴി ഓടി. നമ്മൾ ആ വിറകിൻ്റെ അടുത്താണ് നമ്മളെല്ലാവരും നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടേ. പാമ്പ് അങ്ങോട്ടേക്ക് വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടി. പിന്നെ നമുക്ക് ഇവരെ കോൺടാക്ട് നമ്പർ കിട്ടിയത് വെച്ചാൽ നമ്മൾ കുറേ അറിയുന്ന ആൾക്കാരെല്ലാം വിളിച്ചു, പക്ഷേ കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ അവസാനം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ എരുമയിൽ എവിടെയായിട്ടാണ് കണക്റ്റ് ആയത്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്ത് നമ്മളെ ലൊക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളെ ഇവിടെയുള്ള കുറേ ആൾക്കാരെ കോൺടാക്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ കിട്ടിയവരാണ് ഇവർ. അപ്പം ഇവരെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഇതൊക്കെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. കാരണം ഇപ്പോൾ ഫുൾ പാമ്പ് ശല്യമാണെന്നറിയാം. അതിൻ്റെ ഇടയിലാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കിണറ്റിൽ വെള്ളിക്കെട്ട്. അപ്പം ഇവരത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോയി.